ഓക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ചൈനീസ് സിവിൽ വാർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ ചിയാൻ കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റുകളും തമ്മില് സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനുശേഷം പിന്നെ ചൈനയിൽ എന്താണ് ഉണ്ടാവുന്നത് നോക്കാം. ഓക്കെ. ചൈനയിൽ ചിയാൻ കൈഷക്ക് പലതവണ ഈ കമ്മ്യൂണിസ്റ്റുകളെ കംപ്ലീറ്റ് അപ്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിനെ എൻസർക്കിൾമെന്റ് ക്യാമ്പയിൻസ് എന്നാണ് പറയാ. ഒരു 2-3 തവണ ശ്രമിച്ചപ്പോഴും അത് ക്ലിയർ അത് ചിയാൻ കൈഷക്കിന് അത് സാധിച്ചില്ല. 4ാമത്തെ തവണ ഒരു വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ സ്റ്റാർട്ട് ചെയ്തു. 4th എൻസർക്കിൾമെന്റ് ക്യാമ്പയിൻ എന്നാണ് പറയാ. അപ്പൊ ഈ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാ സദേൺ ചൈനയിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും അവിടുന്ന് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓക്കെ. അതിന്റെ പേരാണ് ലോങ് മാർച്ച്. ലോങ് മാർച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റിന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം അല്ല. ഇവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയ ആയിട്ടുള്ള സദേൺ ചൈനയിൽ ചിയാൻ കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് ആർമി വരികയും അതിൽ അവരെ തുരത്തി ഓടിക്കുമ്പോൾ ഇവര് നോർത്തേൺ ഏരിയയിൽ ചിയാൻ കൈഷക്കിന്റെ ഇൻഫ്ലുവൻസ് കുറവാണ്. അപ്പൊ അവിടേക്ക് പോവാനുള്ള ഒരു എന്താ പറയുക ഒരു യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. 6,000 മൈല് യാത്ര ചെയ്തു. മാവോ ആണ് ലീഡ് ചെയ്തത്. 90,000 കമ്മ്യൂണിസ്റ്റുകളും അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നെങ്കിലും തുടങ്ങുമ്പോൾ ഇതൊരു 7,000 പേരാണ് അതിൽ സർവൈവ് ചെയ്തുള്ളൂ. ഈ നോർത്തേൺ ചൈനയിൽ എത്തിയുള്ളൂ. ഈ ലോങ് മാർച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ചൈനയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ അത്രയും കുറവാണ് എത്തിയെങ്കിലും വളരെയധികം യാതനകൾ സഹിച്ച് ഈ വില്ലേജുകളിലൂടെ ഗ്രാമങ്ങളിലൂടെയാണ് ഇത് ഈ പറഞ്ഞ പോയത്, ലോങ് മാർച്ച് പോയത്. ഈ പോയ വഴിയിലൂടെയൊക്കെ ഇവർക്ക് കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പെസൻ കമ്മ്യൂണിറ്റീസിന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും, അതായത് ആ പോകുന്ന വഴിയിലുള്ള ഇത്തരത്തിലുള്ള ജന്മിമാരെ അവരൊക്കെ കൈകാര്യം ചെയ്തിട്ടും ഒക്കെ കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുമാണ് ഇത് പോയത്. ഇത് പിന്നീട് ഇവർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം, ഒരു മെയിൻ സ്ട്രീം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാവും തമ്മിൽ വലിയൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇതും കൂടി മനസ്സിലാക്കണം. കാരണം ഈ സദേൺ ചൈനയിൽ ചിയാൻ കൈഷക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയുള്ള ക്യാമ്പയിന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ട്രഡീഷണൽ രീതി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അർബൻ ഏരിയകളിൽ ഒരു വാർഫെയർ ഉണ്ടാക്കുകയും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാണ് പൊതുവെയുള്ള ഒരു ട്രഡീഷണൽ രീതി. മാവോ എന്നാൽ ഈ പെസൻസിനെ, അതായത് കാർഷിക മായിട്ടുള്ള സ്ഥലങ്ങളിൽ കർഷകരുടെ നേതൃത്വത്തിൽ ഒരു അപ്രൈസിങ് വരുത്തുകയാണ് മാവോ ചെയ്യുന്നത്. അപ്പോൾ മാവോയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഒരു സംഭവം നടന്നതെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാലോ സൺയാട്സന്റെ സമയത്ത് കുമിന്താങ്ങും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ഉള്ള സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് നോക്കുമ്പോൾ ചൈനയിലെ കർഷക ഗ്രാമങ്ങളിലൊക്കെ വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുമിന്താങ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജന്മിമാര് ഇവരൊക്കെയാണ്. അപ്പൊ ഇവർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർഷിക കലാപങ്ങൾ ചൈനയിൽ ഉണ്ടാവുന്നത് വെച്ചിട്ട്. അപ്പോൾ ഈ കുമിന്താങ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു കേഡറായിട്ടുള്ള മാവോ, അന്ന് ഈ രണ്ട് പാർട്ടി ഒരുമിച്ചായിരുന്നു. അപ്പോൾ മാവോനെ എന്ത് ചെയ്തു, മാവോനെ ഒരു കമ്മീഷനായിട്ട് നിയോഗിച്ചു. മാവോട് പറഞ്ഞു പോയി പഠിക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർഷിക കലാപങ്ങൾ ഉണ്ടാവുന്നതെന്ന്. മാവോ പോയി പഠിച്ചപ്പോൾ ഇവരെ ആക്ച്വലി ഇതിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ എന്താ പറയാ എന്താണ് അതിന്റെ റെക്കമെൻഡേഷൻസ് എന്ന് ചോദിച്ചിട്ടാണ് മാവോനെ വിട്ടത്. പക്ഷെ മാവോ വന്നത് നേരെ തിരിച്ചൊരു റിപ്പോർട്ടായിട്ടാണ്. അവർ പറയുന്നത് അത് കാർഷിക കലാപങ്ങളും അവരൊരു റെവല്യൂഷൻ നടത്താനുള്ള പൊട്ടൻഷ്യൽ തന്നെ ഈ കർഷകർക്ക് ഉണ്ട്. അത് മാത്രമല്ല, അത് വെറും പൊട്ടൻഷ്യൽ മാത്രമല്ല, അത് ഇന്നവിറ്റബിൾ ആണ്, അനിവാര്യമായിട്ട് അത് നടന്നേ പറ്റൂ
എന്നുള്ളതാണ്. പിന്നീട് ഇവര് അങ്ങനെയാണ് മാവോ ഈ ഒരു കർഷകരുടെ ഒരു നേതാവായിട്ട് മാറുന്നതും കാർഷിക വില്ലേജുകളിൽ മാവോന് വലിയ സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവുന്നതും. മാവോ ഇതേപോലെ തന്നെ ഇവരുടെ ഒരു റവല്യൂഷണറി കോളേജ് തന്നെയുണ്ട് ചൈനയിൽ. ആ ചൈനയിൽ ഇത് ഈ കർഷകരുടെ കാര്യങ്ങളും പെസൻട്രിയെ കുറിച്ചൊക്കെ വലിയ എന്താ പറയുക അവസാന വാക്കായിട്ട് ഉള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹമായിരുന്നു ആ സമയത്ത് റവല്യൂഷണറീസിനൊക്കെ ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ 1927 ആരംഭിച്ച ഈ ചിയാങ് കൈഷക്കിന്റെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിനെ എതിരെ എങ്ങനെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടതെന്ന് ഞാൻ പറഞ്ഞു. മാവോ ഇതിന് നേരെ വിപരീതമാണ്. അതായത് അർബൻ ഏരിയയിൽ ട്രഡീഷണൽ ആയിട്ട് അവർക്കെതിരെയുള്ള ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ആണ് സാധാരണ ഉള്ള അവിടെയുള്ള ഒറിജിനൽ 28 ബോൾഷെവിക്സ് എന്ന് പറയും. അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടോപ്പ് മോസ്റ്റ് ബോഡിയാണ് ഇവര് ചെയ്തിരുന്നത്. അത് സംഭവം ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനൽ നാഷണലിസ്റ്റ് ആർമി ചിയാൻ കാഷേക്കിന്റെ അവരാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്നാഹങ്ങളുണ്ട്. ഇവരെ എന്താ പറയാ ആ രീതിയിൽ ഇവരോട് നേരിടാൻ പറ്റില്ല എന്ന് മാവോന് അറിയാമായിരുന്നു. അപ്പൊ മാവോ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഗറില്ല വാർഫെയർ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ആക്ച്വലി ഒരു വില്ലേജുകളിലുള്ള ആൾക്കാരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മാറാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഡേൺ ആർമിയായിട്ട് വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർമിയായിട്ട് ഒരു പിച്ച് ബാറ്റിലുള്ള ഒരു കൺഫ്രണ്ടേഷൻ ഒരിക്കലും നന്നാവില്ല. കാരണം അവർക്ക് കൃഷിക്കാരും അങ്ങനെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവർ ഒളിഞ്ഞു ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താ അത്തരത്തിലുള്ള ഒരു റൂറൽ സ്ട്രാറ്റജി വേണമെന്ന് പറയും. അങ്ങനെ റൂറൽ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു മാവോ. ഓക്കെ, ലോങ് മാർച്ച് പോയ വഴിയാണ് കാണുന്നത്. ഈ ഏകദേശം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 34 നമുക്ക് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് ഇത്രയും ദൂരം പോയി ഒക്ടോബർ 35 ഏകദേശം ഈ സ്ഥലത്തെത്തുന്നു. അതിന്റെ പേരുകളൊക്കെ ഉണ്ട്, അത് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാഞ്ഞത്. ഓക്കെ, അപ്പൊ ലോങ് മാർച്ച് ഇത്രയും ദൂരം 90,000 കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പോയി ഇവിടെ എത്തിയത് വെറും 7,000 പേരാണ്. ഓക്കെ, അത്രയും വലിയൊരു നഷ്ടം ആ യാത്രയ്ക്ക് ഉണ്ടായെങ്കിൽ തന്നെ പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് വളരെ വളരെ വലുതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് വളരെയധികം ഗുണപ്രദമായി മാറിയ ഒരു സംഭവമായിരുന്നു ഇത്. ഓക്കെ, ഈ സമയത്താണ് ജപ്പാൻ വീണ്ടും ഇൻവേഡ് ചെയ്യുന്നത്. 1937 ജപ്പാൻ ഒരു ഓൾ ഔട്ട് ഇൻവേഷൻ ചൈനയ്ക്ക് മേലെ നടത്തി. അതിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത്. റേപ്പ് ഓഫ് നാങ്കിങ്, ഇത് പഠിച്ചു വെക്കണം. അത് ചിലപ്പോൾ എവിടെയെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. റേപ്പ് ഓഫ് നാങ്കിങ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ചൈനയുടെ ചരിത്രമായിട്ട്, ചൈനയുടെ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ നാങ്കിങ് എന്ന് പറഞ്ഞ സിറ്റിയിൽ വരികയും അവിടുത്തെ ആൾക്കാരെ മുഴുവൻ വധിക്കുകയും അവരുടെ സ്വത്ത് കാര്യങ്ങൾ കവർന്നെടുക്കുകയും അവരെ റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത വളരെ ബ്രൂട്ടലായിട്ടുള്ള ജപ്പാന്റെ ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, പിന്നെ ചൈനയായിട്ട് ചിയാങ് കൈഷക്കുമായിട്ട് ഒരു അലി ഫോം ചെയ്തു. സിവിൽ വാർ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടുപേരും കൂടി, അതായത് ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ആർമി, മാവോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളും ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്യാൻ ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ. ഇതിന് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്തത് അമേരിക്കയാണ്. ഇത് ട്രൈ ചെയ്ത് ഇവർ തമ്മിൽ ഇവരെ ഒരുമിപ്പിച്ചത്. ആക്ച്വലി ഒരുമിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എല്ലാ ശത്രുതയും മറന്ന് ഒരുമിച്ച് പോരാടി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിലും യുദ്ധങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അവസാനം അറിയാലോ, ചൈനീസ് 1945 വേൾഡ് വാർ 2 അവസാനിക്കാണ്. ജപ്പാൻ തോറ്റു. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കുമിന്താംഗും ചൈനീസ് പാർട്ടി തമ്മിൽ. ഈ സമയത്ത് പക്ഷേ ചൈനയുടെ ആധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കിട്ടി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ വർഷം 46, 48, 49, 50, 1950 കംപ്ലീറ്റ് ചൈനയുടെ ആധിപത്യം കമ്മ്യൂണിസ്റ്റുകൾക്ക് കിട്ടി.
അങ്ങനെ 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ റിജീം വന്നു. അതിന്റെ ചെയർമാൻ മാവോ ആണ്. അവര് പുതിയ ഫ്ലാഗ് 5 സ്റ്റാറുകളുള്ള ഇന്നത്തെ ചൈനയുടെ ഫ്ലാഗ് അവര് ലോഞ്ച് ചെയ്തു. അതിന് അതുവരെ ഉണ്ടായിരുന്ന ചിയാങ് കൈഷക്കിന്റെ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് തായ്വാനിലേക്ക് റിട്രീറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഒരു ജനാധിപത്യ ഗവൺമെന്റും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ തായ്വാനിലേക്ക് പോയ ഈ ആൾക്കാർ ഇപ്പൊ ഈ ചിയാൻ കൈഷക്കിന്റെ ഈ തായ്വാനുമായിട്ട് ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണ് ചൈനയ്ക്കുള്ള, മെയിൻലാൻഡ് ചൈനയുമായിട്ടുള്ളത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മറ്റേ ന്യൂസിലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള കറണ്ട് അഫയർ അതിൽ വരികയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം അത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വന്നെങ്കിൽ കൂടി ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊന്നും ഈ മെയിൻലാൻഡ് ചൈനയെ ഈ ഗവൺമെന്റിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ നമുക്കറിയാലേ സ്ഥിരം UN സ്ഥിരം അംഗമാണ് ചൈന. 5 അംഗങ്ങളാണുള്ളത് സ്ഥിരാംഗങ്ങളായിട്ട്. ചൈന ഈ റിപ്പബ്ലിക് ഓഫ് ചൈന ആയിരുന്നു ആക്ച്വലി സ്ഥിരം അംഗം. ഓക്കെ, അത് 1971 ആണ് ആക്ച്വലി മെയിൻലാൻഡ് ചൈനയ്ക്ക് ആ ഒരു പദവി കിട്ടുന്നത്. അതുവരെ ചൈന എന്ന പേരുണ്ടെങ്കിലും അത് തായ്വാനിലെ ഗവൺമെന്റിനാണ് വീറ്റോ പവറും അതുപോലെ ഈ 5 സ്ഥിരാംഗങ്ങളുടെ പദവി ഉണ്ടായിരുന്നത്. അത് പിന്നീട് റഷ്യയുടെ ഒരു സ്വാധീനം കൊണ്ടും പിന്നെ 1971 ആകുമ്പോഴേക്കും 72 ആകുമ്പോഴേക്കും അമേരിക്കയുമായിട്ട് വീണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് ചൈനനെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. അങ്ങനെയാണ് ചൈന മീൻസ് ഇപ്പൊ കാണുന്ന രീതിയിലുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോഴും ചൈനയായിട്ട് വലിയ വിഷയങ്ങളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അമേരിക്ക ആയാലും ശരി, വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഇന്ത്യയായിട്ട് തന്നെ കൂടുതൽ ബന്ധമുള്ളത്, അമേരിക്കയ്ക്ക് കൂടുതൽ ബന്ധമുള്ളത്, ചൈനയ്ക്കൊരു എന്താ പറയാ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ഇന്ത്യയുടെ സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആക്ച്വലി. ഈ 1946 മുതൽ 49 വരെയുള്ള സിവിൽ വാറിൽ എന്തുകൊണ്ട് അതിനു മുമ്പൊന്നും ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകൾക്ക് ചൈനയുടെ ഭരണം കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മാവോയുടെ ഒരു ഈ പെസൻട്രി ആയിട്ടുള്ള, അതായത് കർഷകരുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം നിങ്ങൾക്ക് മുന്നേ നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ പഠിച്ചല്ലേ, അതായത് ലെനിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു, ലെനിൻ എങ്ങനെയാണ് ഒരു റവല്യൂഷൻ റഷ്യയിൽ കൊണ്ടുവന്നത്. മാർക്സ് പറഞ്ഞ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാൻഗാർഡ് ആർമി ഉണ്ടാക്കിയിട്ട് ആണ് ആ വാൻഗാർഡ് ആർമി, അതായത് പാർട്ടിയുടെ ഒരു വാൻഗാർഡ് ആർമിയാണ് ചൈനയിലെ റവല്യൂഷൻ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ മാവോയ്ക്ക് അവിടെ ഒട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല ചൈനയിൽ. അപ്പം കമ്മ്യൂണിസം, ഈ കാർഷിക വിപ്ലവത്തിലൂടെയും കമ്മ്യൂണിസം കൊണ്ടുവരാമെന്നുള്ള പുതിയൊരു ഒരു വ്യാഖ്യാനം മാവോ കൊടുക്കുകയും അങ്ങനെ അത് വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഒന്ന് ഇത് ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള ഒരു പ്രതിജ്ഞ മാവോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ ഉപകാരമായി. ഈ ലാൻഡ് ലോഡിന്റെ ഓപ്പറേഷൻ അതിന്നൊക്കെ ഒരു മുക്തി നേടാന്നുള്ള രീതിയിൽ ചൈനയിലെ കർഷകർ മാവോയെ വിശ്വസിച്ചു. ആക്ച്വലി ഇതിനൊക്കെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വിപ്ലവങ്ങളും, ഇന്ന് ഉണ്ടായിട്ടുള്ള വിപ്ലവങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്ന വിപ്ലവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പൊതുവെ പറയാറ്. അത് എന്താണെന്ന് നമുക്ക് അറിയാലോ. ഇപ്പൊ സ്റ്റാൻലിയാണ് എന്താണ് റഷ്യയിൽ കാണിച്ചത്, അതിനുശേഷം പിന്നീട് 1991 എന്താണുള്ളത്, അതേപോലെ തന്നെയാണ് മാവോയുടെ ഭരണവും അവിടെ നടക്കുന്നത്. അത് നമുക്ക് എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ സ്ത്രീകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ നാഷണലിസ്റ്റ് ഗവൺമെന്റ് വന്നിട്ട് അവര് കാര്യമായിട്ടൊന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനോ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് മാവോയ്ക്ക് വലിയ ഗുണമായിട്ട് മാറി.
ഓക്കെ. അതേപോലെ തന്നെ വളരെ കറപ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു നാഷണലിസ്റ്റ് ചൈനയിൽ ചിയാൻ കൈഷക്കിന്റെ. അതിനൊരു കാരണം കൂടി ഉണ്ട്. അതായത് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ ഇൻഫ്ലേഷനും വലിയ പ്രശ്നങ്ങളും വന്നു. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഡസ്ട്രി നാഷണലൈസ് ചെയ്തു. വെറും 15% മാത്രം ഇൻഡസ്ട്രി ഗവൺമെന്റ് ഉണ്ടായിരുന്ന ചൈനയിൽ 75% ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഒരു സമയം വന്നു. അത്തരത്തിൽ വലിയ ഒരു റിസോഴ്സിന്റെ എന്താ പറയുക നിയന്ത്രണം പെട്ടെന്ന് ഗവൺമെന്റിന് കിട്ടുമ്പോൾ പൊതുവെ ആ സമയത്തിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് മുഴുവൻ കറക്റ്റ് ആവുക എന്നുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെ ചൈനയിലുണ്ടായി. അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഇവരെ കൊണ്ട് ഒന്നിനും അത്തരത്തിലുള്ള കറപ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, തീരെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മൊറാലിറ്റി പോവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ 1950 ശേഷം ചൈന റീകൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങി. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ചൈനയിൽ അത്തരത്തിൽ ഒരു ഫോറിൻ ഇന്റർവെൻഷൻ ഇല്ലാതെ ഒരു ചൈനയായിട്ട് അവർക്ക് കിട്ടുന്നത്. സോവിയറ്റ് മോഡലിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ സോവിയറ്റിന്റെ അസിസ്റ്റൻസും കിട്ടും. ലാൻഡ് റിഫോം നടത്തി, ഹെവി ഇൻഡസ്ട്രി നടത്തി. അതിനുശേഷം അവർ ഫസ്റ്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് 1954 നടത്തി. ഒരു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കോൺസ്റ്റിറ്റ്യൂഷനും അവർ എഴുതിയുണ്ടാക്കി. ചൗവൻലായിരുന്നു പ്രീമിയറും ഫോറിൻ മിനിസ്റ്ററും. നമുക്ക് ചൗവൻലായിനെ നമുക്കറിയാമല്ലോ, പഞ്ചശീല തത്വങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റുവായിട്ട് സൈൻ ചെയ്ത ചൗവൻലായാണ്. ഓക്കെ. ഇനി കുറച്ച് 2-3 ടേംസ് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഇത് എന്താണെന്നൊന്നും ജസ്റ്റ് ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അതുപോലെ തന്നെ കൾച്ചറൽ റെവല്യൂഷൻ, തിയാനൻമെൻ മെസാക്കർ, ഈ 3 കാര്യങ്ങൾ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതിയായിരിക്കും. കാരണം എപ്പോഴെങ്കിലും ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ഏത് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ. ആക്ച്വലി 1950 ചൈനീസ് റവല്യൂഷൻ കഴിയാണ്. അപ്പോൾ അത് ട്രെൻഡിൽ ഈ റവല്യൂഷൻസ് കഴിഞ്ഞാലും അതിന് ശേഷം വരുന്ന കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയിൽ കുലാക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡീകുലാക്കൈസേഷൻ അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ ഈ കുലാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ജന്മിമാരാണ്. ആ ജന്മിമാരെ എന്താ പറയുക ഉന്മൂലനം ചെയ്യാന്നുള്ള ഒരു പ്രൊജക്റ്റായിട്ട്, അത് ആക്ച്വലി റവല്യൂഷന് ശേഷം ലെനിൻ ഏറ്റെടുക്കുന്നതാണ് ഡീകുലാക്കൈസേഷൻ. അതിനെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മളത് നോക്കുകയാണ്. ഓക്കെ. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലേ, ഇപ്പം ഇന്ത്യ ആയാലും ശരി, നമ്മൾ ചൈന ആയാലും ശരി, സോവിയറ്റ് യൂണിയന്റെ ഈ പഞ്ചവത്സര പദ്ധതികളാണ് ആക്ച്വലി ആദ്യം എടുത്തത്. ഇപ്പോൾ മാവോയ്ക്ക് നോക്കിയപ്പോൾ ഇത് പഞ്ചവത്സര പദ്ധതികൾ വളരെ സ്ലോ ആണ്. അത് മാത്രമല്ല, ഇതിൽ കർഷകരെ കുറിച്ചൊന്നും വലിയ കർഷകരുടെ എന്റേതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇൻവോൾവ്മെന്റ് ഒന്നും അതിൽ കാണുന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ അഗ്രികൾച്ചർ റവല്യൂഷനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ പ്ലാൻ ആയിരുന്നു ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. ഓക്കെ. ഇതൊരു സോവിയറ്റ് ഐഡിയോളജീനെ എന്താ പറയാ അതിന് മറികടക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. അത് വല്ലാത്തൊരു ഫ്ലോപ്പായിരുന്നു. അതെന്തൊക്കെയാ നോക്കാം. എംഫസിസ് ഓൺ കളക്ടിവൈസ്ഡ് ഫാമിംഗ് ആൻഡ് ലാർജ് കമ്മ്യൂണിറ്റീസ് കമ്മ്യൂൺസ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ റഷ്യയിലും ഇതേപോലെ കളക്റ്റീവ് ഫാമിംഗ് ഉണ്ടായിരുന്നു. അതില് കളക്റ്റീവ് ഫാമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അതും ആക്ച്വലി അവിടെയും ഫ്ലോപ്പ് തന്നെയാണ്. പക്ഷെ എന്നാലും കൂടിയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് അവർ നടത്തിയത്. പക്ഷെ ചൈനയിൽ ഒരുപാട് ഒരു 10,000-15,000 ഒക്കെ പേര് വരുന്ന കമ്മ്യൂൺസ്, വലിയ കമ്മ്യൂൺസിൽ കൂടിയിട്ട് കൃഷി നടത്തുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ അംബീഷ്യസ് ടാർഗറ്റ് ഓൺ സ്റ്റീൽ പ്രൊഡക്ഷൻ ത്രൂ ബാക്ക് യാർഡ് ഫർണസസ്. ഈ സോവിയറ്റിന്റെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ട് നോക്കാം. സോവിയറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഇൻഡസ്ട്രീസ് ആദ്യം തുടങ്ങി. അതായത് സ്റ്റീല്, അതുപോലെ കൽക്കരി, അതുപോലെ തന്നെ അയൺ, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളുണ്ടല്ലോ. ഇതിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ ഫാക്ടറികൾ തുടങ്ങിയിട്ട്, വലിയ വലിയ ഫാക്ടറികളും എന്താ പറയാ ഉരുമ്പ് അങ്ങനെ വളരെ സെൻട്രലൈസ് ആയിട്ടുള്ള വളരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്തു. ചൈനയെ സംബന്ധിച്ചുള്ള ഇത്രയും വലിയ ഫാക്ടറിയോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഈ എന്താ പറയാ
കമ്പനികൾ, ഒരു ഇരുമ്പുരുക്ക് നിർമ്മാണശാല, ഇതൊന്നും ഉണ്ടാക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. ഇതിന് പകരം ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീടിന്റെ ബാക്ക് സൈഡില് എല്ലാ സ്ഥലത്ത് ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് അതിൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിച്ചിട്ട് സ്റ്റീലിന്റെ ഉൽപാദനം കൂട്ടാൻ നോക്കി. വേറൊരു മെത്തേഡാണ് മൂപ്പര് ട്രൈ ചെയ്തത്. പക്ഷെ അത് വല്ലാത്ത ഫ്ലോപ്പായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിങ്ങളൊരു സ്റ്റീൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അത് ഉറപ്പുവരുത്താനും പറ്റും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോരുത്തരുടെ വീട്ടിലും ഈ ബാക്ക് യാർഡിൽ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് സ്റ്റീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ആരും ഉറപ്പുവരുത്തും? അത് വലിയൊരു പ്രശ്നമല്ലേ. അപ്പൊ ആ രീതിയിൽ ഇത് വളരെ മോശം സ്റ്റീലാണ് ഇവര് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. മാത്രമല്ല ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ ഇട്ട് ഇതിന്റെ ഈ ഫർണസിലിട്ട് ഇവര് സ്റ്റീലാക്കാൻ നോക്കുകയും അങ്ങനെ അതും വലിയ ഫ്ലോപ്പായി. അറ്റംപ്റ്റ് ടു ബൂസ്റ്റ് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി സൈമൾട്ടേനിയസ്ലി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഹെവി ഇൻഡസ്ട്രി ഒരു ലെവലില് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കി. ഓക്കെ, അതിനുശേഷം പിന്നെ അഗ്രികൾച്ചർ നോക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ മാവോ വിചാരിച്ചത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ പ്ലാനിങ് ആൻഡ് പോളിസീസ് ലെഡ് ടു ഡെവാസ്റ്റാറ്റിംഗ് ഫാമിൻ. ഇപ്പോൾ ഇതേപോലെ എന്താ പറയാ, അഗ്രികൾച്ചറിൽ ഇത് വലിയ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയാ, കംപ്ലീറ്റ് ഫാമിൻ, എസ്റ്റിമേറ്റഡ് 15 to 45 മില്യൺസ്, അതായത് 1.5 കോടി മുതൽ 4.5 കോടി ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു. Plan resulted in economic disarray and eventual abandonment of the policies. അവസാനം ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്താ പറയാ, അങ്ങേറ്റം ഫ്ലോപ്പ് ആണെന്നുണ്ട് തിരിച്ച് അത് ഒഴിവാക്കണം നോക്കിയൊക്കെ. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് മാവോനൊക്കെ വലിയ എന്താ പറയാ സംഭവമായിട്ട് കാണുകയും വലിയതായിട്ട് പുകഴ്ത്തും ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഇന്റർനാഷണലി അതൊന്നും അംഗീകരിച്ചിട്ടില്ല. അവരൊരു മറുഭാഷ എന്ന് പറയുന്നത് അതൊക്കെ പ്രൊപ്പഗാൻഡയാണ്, മാവോ വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തതെന്ന്, അങ്ങനെയൊക്കെയുള്ള ഒരു നരേഷൻ ഞാൻ കാണാറുണ്ട്. സ്വാഭാവികമായിട്ട് അത് അങ്ങനെയല്ല എന്ന് പറയാൻ കാരണം പിന്നീട് വരുന്ന അവിടുത്തെ ഡെവലപ്മെന്റുകളാണ്. ഓക്കെ, അതാണ് ഒന്ന് കൾച്ചറൽ റെവല്യൂഷൻ. അപ്പൊ ഇത്തരത്തില് വലിയൊരു ദുർഗതിയിലേക്ക് മാവോ ചൈനയെ കൊണ്ട് മാറ്റിയിട്ടു. അപ്പൊ ചൈന സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മാവോ സേതുവിനെ സൈഡ് ലൈൻ ചെയ്യും. ഇയാൾ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് അവിടുത്തെ ജനങ്ങൾ വിചാരിക്കില്ല. അപ്പൊ അതിനുവേണ്ടി അങ്ങനെ ഇയാളെ സൈഡ് ലൈൻ ചെയ്യുകയും അവിടെ ഈ കമ്മ്യൂണിസ്റ്റിനെതിരെ കൗണ്ടർ റെവല്യൂഷണറി ആയിട്ട് ഒരുപാട് ആൾക്കാർ വരികയും ചെയ്തു. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൾച്ചറൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. എ സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ലെഡ് ബൈ മാവോ സേതു aimed at preserving communist ideology by eradicating capitalist traditional and cultural elements. ആ നാട്ടിലുള്ള പഴയ കൾച്ചറിന്റെ, അതുപോലെ തന്നെ ഇപ്പോ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അവിടുത്തെ ആൾക്കാർ സ്വാഭാവികമായിട്ടും പറയുമല്ലോ, ഇതിനേക്കാൾ നല്ലത് ഈ പണ്ടത്തെ രീതിയായിരുന്നു. അപ്പൊ പണ്ടത്തെ രീതിയിലേക്ക് പോകാനൊക്കെ ആൾക്കാർക്ക് വിചാരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സ്, ഇന്റലക്ച്വൽസ്, ഇവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ അവര് എതിർക്കാൻ നിൽക്കും. ഓക്കെ, അപ്പൊ അവരൊക്കെ ശത്രുക്കളാക്കിയിട്ട് ഒരു പുതിയൊരു കൾച്ചറൽ റെവല്യൂഷൻ മാവോ ഡിസൈൻ ചെയ്യും. അവിടുത്തെ ഈ യൂത്ത് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ റെഡ് ഗാർഡ്സ് ആക്കിയിട്ട് നിൽക്കുക, അവരെ ഒരു പ്രത്യേക രീതിയിൽ വളർത്തി കൊണ്ടുവരും. ഈ മാവോ ഒരു മാവോന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, മാവോ പല സമയങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് ഇതുണ്ടല്ലോ, കോട്ടിങ്സ്. ഈ കോട്ടിങ്സ് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് എല്ലാവരും കൊണ്ടു നടക്കണം, അത് എല്ലാവരും മനപ്പാടാക്കണം. ഓക്കെ, അതെല്ലാവരും ഒരേ സമയം കൊണ്ടുനടക്കും വേണം, മനപ്പാടാക്കുകയും ചെയ്യണം, അതിനെ ബഹുമാനിക്കും വേണം. മനസ്സിലായി? റിലീജിയൻ ഇല്ല, പക്ഷെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ വളരെ ഭംഗിയായിട്ട് ഇവര് നടത്തും. അങ്ങനെയാണ് റെഡ് ഗാർഡ്സിനെ കൊണ്ടുവരുന്നത്. മൊബിലൈസേഷൻ ഓഫ് യൂത്ത് ടു ടാർഗറ്റ് ഇൻഡിവിജ്വൽസ്, ടീച്ചേഴ്സ്, പെർസീവ്ഡ് എനിമീസ് ഓഫ് ദ റെവല്യൂഷൻ, മാസ് പെർസിക്യൂഷൻ, പബ്ലിക് ഹ്യൂമിലിയേഷൻ, ഇംപ്രിസൺമെന്റ്, എക്സിക്യൂഷൻ ഓഫ് പെർസീവ്ഡ് കൗണ്ടർ റെവല്യൂഷണറീസ്. Cultural destruction of all historical artifacts, temples and books. എന്താണ് കോൺസിക്വൻസസ്? കെയോസ്, സോഷ്യൽ എക്കണോമിക് ഡിസ്ട്രപ്ഷൻ ഇൻ ചൈന, ഡെത്ത് ടോൾ എസ്റ്റിമേറ്റഡ് 1 to 2 millions.
ഇത് 1976 മാവോ മരിച്ചതോട് കൂടിയിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി അവരിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഡെങ് സിയാവോപിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവ് അവിടുത്തെ ഭരണം ഏറ്റെടുത്തു. ഡെങ് സിയാവോപിങ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് ഡെങ് സിയാവോപിങ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്, ടിയാനൻമെൻ മാസാക്കർ. ഇതും ഈ പേര് പഠിച്ചിരിക്കുന്നുണ്ട്. എന്താണെന്നുള്ളതൊന്നും അധികം ചിലപ്പോൾ വരില്ല, എന്നാലും നിങ്ങൾ പഠിച്ചിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചൈനയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡിന്റെ പേരിൽ മാവോ എന്താണ് കാണിച്ചത്, കൾച്ചറൽ റെവല്യൂഷന്റെ പേരിൽ മാവോ എന്താണ് കാണിച്ചത്. ഇത്തരത്തിലുള്ള ഒരു വലിയൊരു കയോസ് ആയിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, പ്രോപ്പർട്ടിക്ക് സ്വാതന്ത്ര്യമില്ല, അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. പ്രൊപ്പഗാൻഡ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗാൻഡ മാത്രം അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരു ഏത് ഒരു സ്ഥലത്തും ഒരു അങ്ങേയറ്റത്തെ അന്യായമോ വിപ്ലവം നടക്കുമ്പോൾ ഫസ്റ്റ് അവിടുത്തെ അതിൻ്റെ ഒരു റിയാക്ഷൻ കാണുക സ്റ്റുഡൻസിലായിരിക്കും. അതേപോലെ തന്നെ ചൈനയിലും 1989 ചൈനയിൽ വലിയൊരു സ്റ്റുഡൻസിന്റെ പ്രക്ഷോഭം ഉണ്ടായി. സ്റ്റുഡൻസ് ആൻഡ് സിറ്റിസൺസ് ഡിമാൻഡഡ് പൊളിറ്റിക്കൽ റിഫോം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എൻഡ് ടു ദ കറപ്ഷൻ. ഓക്കെ, ഇത് ആക്ച്വലി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മിലിറ്ററിയാണ് ഇതിനെ ഡീൽ ചെയ്തത്. ഇപ്പൊ നമ്മളൊന്നും ആലോചിച്ച് നോക്കും, നമ്മുടെ നാട്ടിലൊരു സമരം നടക്കുമ്പോൾ ആർമി വന്നിട്ട് ആരെയും വെടിവെക്കാറില്ലല്ലോ. അതൊക്കെ ഇന്ത്യയിലൊക്കെ നടക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു എന്താ പറയാ ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ അവിടെ ഈ ചൈനയിൽ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആർമി കൊണ്ടുവന്ന്, നോക്കൂ ആ ഫോട്ടോ കണ്ടോ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഈ ചങ്ങാതി ടാങ്ക് വരുന്നതിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇയാൾക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും ചൈനയിലെ മീഡിയാസ് ഒന്നും ഇല്ലല്ലോ. ചൈനയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ്, അതുപോലെ തന്നെ വാട്സപ്പ്, അതുപോലെ ഗൂഗിള്, ഇതൊന്നും അവിടെ വർക്ക് ചെയ്യില്ല. അതൊക്കെ വേറെ എന്താ പറയാ അവരുടേതായിട്ടുള്ള ഗവൺമെന്റിന്റെ ഡയറക്റ്റ് കൺട്രോളുള്ള വേറെ അപ്ലിക്കേഷൻസ് ആണ്. ഇതേ ഫങ്ഷൻസ് അവിടെ കിട്ടും, പക്ഷെ മറ്റ് ഇന്റർനാഷണലി ബന്ധമുള്ള ഇപ്പൊ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡാറ്റ വേണമെങ്കിൽ കിട്ടും. പക്ഷെ ചൈനയിൽ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഗവൺമെന്റ് എന്ത് കാണണം, മറ്റുള്ളവർ കാണണം എന്ന് വിചാരിക്കുന്നു, അത് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ടിയാനൻമെൻ മെസാക്കറിൽ എത്ര പേര് മരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ചൈനയിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എത്ര കൊല്ലാം, അതിനുശേഷം അവർ പറയുന്ന ഒരു കണക്കുണ്ട്, 100 പേര് മരിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വലിയ ഒരു പ്രക്ഷോഭം നടന്നു. ആർമി ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തി. ഇപ്പൊ ഈ അതിനുശേഷം പിന്നെ ചൈനയിൽ 1989 ഇത് നടന്നത്. അതിനുശേഷം പിന്നെ വലിയ ഇതൊന്നും അവിടെ വലിയ പ്രക്ഷോഭങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ സി ജിൻപിങ് വരെ ഉണ്ട്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ ചൈന പോലെയുള്ള ഗവൺമെന്റുകളൊന്നും വളരെ സ്റ്റേബിൾ അല്ല എന്ന് പറയാൻ കാരണം ഇതാണ് പ്രശ്നം. കാരണം അവിടെ ഭരണം നടത്തുന്നത് എല്ലാ തരത്തിലുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യങ്ങളും ഹനിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യം പോലെയല്ല ചൈന. അതുകൊണ്ട് തന്നെ അത് ഏതൊരു സമയത്തും അതൊരു എന്താ പറയാ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുന്നതാണ്. കാരണം ജനങ്ങൾക്ക് മനസ്സിലാവും ഇവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അത് മനസ്സിലാക്കുന്ന ഒരു സമയത്ത് റഷ്യയിൽ അതാണ് ഉണ്ടായത്. റഷ്യയില് ഈ കമ്മ്യൂണിസം വലിയ ഒരു വിജയമായിരുന്നെങ്കിൽ റഷ്യയിൽ ഇപ്പൊ 1991 ശേഷം പിന്നെ എപ്പോഴെങ്കിലും അവർ കമ്മ്യൂണിസത്തിലേക്ക് തിരിച്ചു പോകണ്ടല്ലേ. റഷ്യന്ന് USSRന്ന് തിരിച്ചു പോന്ന എല്ലാ രാജ്യങ്ങളും ഈ എന്താ പറയുക ഒറ്റ രാജ്യം പോലും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസത്തിലേക്ക് പോവുകയില്ല. ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള കുറച്ച് പാർട്ടികൾ ആ സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കിയുള്ള എല്ലാവരും അതിനൊരു രക്ഷപ്പെട്ട പോലെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇനി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആള് ഡെങ് സിയാവോപിങ്. 1766 മാവോ മരിച്ചതിന് ശേഷം ചൈന പുതിയൊരു ന്യൂ എക്കണോമിക് പോളിസി സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേരാണ് ഡെങ് സിയാവോപിങ്. ഓക്കെ, ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മാവോന്റെ ആ കമ്മ്യൂണിസ്റ്റ് റെജിമിനെ കുറച്ചൊക്കെ റിലാക്സേഷൻ നടത്തി ചൈനനെ പുതിയ ഒരു രാജ്യമാക്കി, അതായത് പുതിയൊരു ഗ്ലോബൽ എക്കണോമി ആയിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തി. ആ ചേഞ്ചസ് ചൈനയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നമുക്ക് എന്തൊക്കെ നോക്കാം. എക്കണോമിക് റിഫോംസ് ഇനീഷ്യേറ്റഡ് ബൈ ഡെങ് സിയാവോപിങ് ആഫ്റ്റർ മാവോസ് ഡെത്ത്, മാർക്കിംഗ് ദ ട്രാൻസിഷൻ ഫ്രോം
from command economy to a market-oriented socialist system. And the key features is the kind of market reforms, decentralization, allowing private ownership in agriculture, industry, and services. ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് കൊടുത്തു. ഇത് ഓണർഷിപ്പ് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയെ പോലെ ആക്കിയെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ഒരു 50 വർഷത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ 90 വർഷത്തേക്കായിരിക്കാം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഓണർഷിപ്പുകൾ കൊടുക്കുന്നത്. എന്നാലും കൂടി അതൊരു ഇതാണല്ലോ അവർക്ക്. അത് മാത്രമല്ല, ഏത് സമയം വേണമെങ്കിലും ഗവൺമെന്റിന് തിരിച്ച് ആ ഓണർഷിപ്പ് തിരിച്ചെടുക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവർ ഒരുപാട് പൈസ ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ചൈനയിലുള്ള ബിസിനസ്മാൻസ് ഒരുപാട് പൈസ ആയി കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് അവർ ഏതെങ്കിലും വെസ്റ്റേൺ കൺട്രീസിൽ സെറ്റിൽ ആവാണ് പതിവ്. ഓക്കെ, സ്പെഷ്യൽ എക്കണോമിക് സോൺസ് established of special economic zone in coastal cities to attract foreign investment and foster export driven growth. ഇതും വളരെ പ്രധാനപ്പെട്ടാണ്. സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സിറ്റീസ് ഉണ്ട്. ആ സിറ്റീസ് ഇപ്പം നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഒരുവിധം സിറ്റികളൊക്കെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്കി. അവിടെ എന്ത് പറയുന്നത് വെച്ചാൽ, അവിടെ ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളല്ല അവിടെ ഉണ്ടാവുക. അവിടെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഏത് രാജ്യത്തെ ജനങ്ങൾക്ക് വേണമെങ്കിലും അവിടെ വരാം, ഇൻവെസ്റ്റ് ചെയ്യാം, വലിയ കമ്പനികൾ ഉണ്ടാക്കാം, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്യാം. ജോലിക്കാരെ ഒക്കെ ചൈനീസുകാർ വരും. ഓക്കെ, എന്നിട്ട് അവർക്ക് ജോലി ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റെവിടെ വേണമെങ്കിലും വിൽക്കാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സോണുകളെ കമ്മ്യൂണിസത്തിൽ നിന്നും മാറ്റിയിട്ട് ആണ് അത്തരത്തിലുള്ള സോണുകളാക്കുന്നത്. അങ്ങനെ സോണുകളാക്കുമ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഫോറിൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ഗവൺമെന്റിലേക്ക് കണ്ടുകിട്ടും എന്നുള്ള പേടി വേണ്ട. അങ്ങനെയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഉണ്ടാകുന്നത്. നിങ്ങൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ എക്കണോമിക് സോൺസിനെ കുറിച്ചൊക്കെ വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാം. അവിടെ എത്രയും ഡെവലപ്മെന്റ് എങ്ങനെയാണ് അവർ വരുത്തുന്നത് കാണാം. ഓക്കെ, അത് ഈ ഡെങ് സിയോപിങ്ങിന്റെ ഒരു ഐഡിയ ആണത്. കാരണം കമ്മ്യൂണിസം മാറ്റിയിട്ട് അവർക്ക് മറ്റ് ഇതാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ആൾക്കാർ പറയില്ലേ കമ്മ്യൂണിസം പരാജയപ്പെട്ടു. മാത്രമല്ല, ഈ ക്യാപിറ്റലിസത്തിന്റെ എല്ലാ ഗുണങ്ങളും അവർക്ക് കിട്ടുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പോളിസിയാണ് ഇപ്പോൾ ചൈന പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് പലരും പറഞ്ഞത്, ചൈനയിൽ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോപ്പല്ല, അവിടെ കമ്മ്യൂണിസം തന്നെ ഇല്ല എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ഓക്കെ, ഓപ്പണിംഗ് ടു ദ ഗ്ലോബൽ ട്രേഡ്. 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇവര് അംഗമായിട്ട് ഇവരുടെ ചൈനീസ് എക്കണോമിയെ ഗ്ലോബൽ എക്കണോമിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത്. ചൈന ബിക്കെയിം ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 18 ട്രില്യനോ മറ്റാണ് ഇവരുടെ GDP. 18 ട്രില്യൺ. ഇന്ത്യ ഇപ്പോൾ ഏകദേശം 3.5 ട്രില്യൺ ആയിട്ടുള്ളൂ. നമ്മൾ 5 ട്രില്യനാണ് നമ്മുടെ സ്വപ്നം. ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറയുന്നത് 5 ട്രില്യൺ ആണ്. ചൈന ഓൾറെഡി 18 ട്രില്യൺ ആണ്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് US-നെ മറികടക്കുക എന്നുള്ളതാണ്. അത്രയും വലിയ എക്കണോമിക് പവറായിട്ട് ചൈന മാറി. ഇംപ്രൂവ്ഡ് ലിവിങ് സ്റ്റാൻഡേർഡ്സ്, റാപ്പിഡ് ഗ്രോത്ത് ഇൻ അർബൻ ഏരിയാസ് ആൻഡ് റിഡക്ഷൻ ഇൻ പോവർട്ടി. ചൈനയുടെ പോവർട്ടി അല്ലെങ്കിൽ ഹെൽത്ത് എല്ലാ ഇൻഡെക്സും വളരെ മുകളിലാണ്. അത് നമുക്ക് ഏതെങ്കിലും മറ്റേ എന്താ പറയുക ഇൻഡെക്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ചൈന ഇപ്പം ഇന്ത്യ ഒരു 120, 130 കിടക്കണമെങ്കിൽ ചൈന വല്ല 65-ലോ 70-ലൊക്കെ അവർക്കും കിടക്കുന്നുണ്ടാവുക. അത്രയും ഹൈ ആണ് അവരുടെ ഇൻഡെക്സ്. അതും ഇത്രയധികം ജനങ്ങളുള്ള ഒരു സ്ഥലമായിട്ടും കൂടി അവർ അത് ലിവിങ് സ്റ്റാൻഡേർഡൊക്കെ വല്ലാതെ ഇംപ്രൂവ് ചെയ്യാൻ അവർക്ക് പറ്റി. ചലഞ്ചസ്, ഗ്രോവിങ് ഇൻഇക്വാലിറ്റി, എൻവയറമെന്റൽ കൺസേൺസ്, ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ്. ഇതൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളാണ്. അത് പിന്നീട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ചൈന മുന്നോട്ട് പോകുന്നതെന്ന്. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഇതൊന്ന് പഠിച്ചൊക്കെ ചൈനീസ് എക്കണോമിക് പോളിസി ഇത് ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഡെങ് സിയാവോപിങ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1970
1948 ഇത് നമ്മുടെ NCERT-യിലുണ്ട്. ടിയാനൻമെൻസ് മാസക്കർ എന്തായാലും അത് പേര് പഠിച്ചിരിക്കണം. ചൈനയിൽ പ്രോ ഡെമോക്രസി ആയിട്ട് ബന്ധപ്പെട്ടാണ്. കൾച്ചറൽ എവല്യൂഷൻ ആ പേര് പഠിച്ചിരിക്കണം. ഗ്രേറ്റ് ലീപ് ഫോർവേഡ്. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു വെച്ചാൽ മതി. ഇതൊന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞാണ്. സപ്പോസ് ചാലോ ഒരു മീൻസ് ഒരു ധാരണ വെച്ചാൽ മതി, അതിന് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതല്ല. ഓക്കെ, അതന്നെ. അപ്പോൾ ശരി, ഞാൻ അടുത്ത ക്ലാസ് നാളെ, സോറി, ന്യൂ ഇയറിന് ഉണ്ടാവില്ല. ഞാൻ നമുക്ക് നെക്സ്റ്റ് മൺഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഗ്ലോറിയസ് റെവല്യൂഷനും കൂടി ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം പിന്നെ ഏത് ക്ലാസ്സാണ് എടുക്കേണ്ടതെന്ന് ഞങ്ങൾ സംസാരിച്ചിട്ട് ഹരിതയായിട്ടും മഹിമയായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ.